Hello everyone, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് SSC സെലക്ഷൻ ഫേസ് 11. ഈ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിറൻസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിക്കുള്ള ഇംഗ്ലീഷ് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ആണ്. ഓക്കെ, സോ ഏതൊരു എക്സാമിനേഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം അതിൻ്റെ സിലബസിനോളം തന്നെ പ്രധാനമാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും. സോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അറിയുക, അതിൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ പ്രിപ്പറേഷനെ എന്തായാലും ബൂസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ഈ ഒരു സെഷൻ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ ആൻഡ് ഐ എം ഹിയർ ശ്വേത അലോങ് വിത്ത് യു. സോ ഹിയർ ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തേത് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഗിവൻ സെൻറ്റൻസസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രേസ് ആണ് തന്നിട്ടുള്ളത്. എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഈസ് ഇറ്റ് ലാക്ലസ്റ്റർ ഓർ ലൂസിഡ് ഓർ ആംബിഗ്വസ് ഓർ ലുഡിക്രസ് എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് വൺ ആണ്, ദാറ്റ് ഇസ് ലൂസിഡ്. ഓക്കെ, ലൂസിഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് നിങ്ങൾ കേട്ടിരിക്കും അല്ലേ? നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കയ്യെഴുത്തിനെയാണ് നമ്മൾ ലൂസിഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ അതർ വേർഡ്സ് ടു. ലാക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ, ലസ്റ്റർ എന്ന് പറഞ്ഞാൽ തിളക്കമാണ്. സോ ലാക്ലസ്റ്റർ എന്ന് പറയുമ്പം തിളക്കമില്ലാത്ത അവസ്ഥ, ഡൾനെസ്. ഓക്കെ, ഡള്ളായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ലാക്ലസ്റ്റർ എന്ന് പറയുന്നത്. ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ആംബിഗ്വിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് ഉള്ള അവസ്ഥ, അതിനെയാണ് ആംബിഗ്വസ് എന്ന് പറയുന്നത്. നൗ കംസ് ലുഡിക്രസ്. ലുഡിക്രസ് മീൻസ് ഫൂളിഷ്. ഓക്കെ, ഫൂളിഷ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ലുഡിക്രസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയുള്ളത് ഒരു നറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഗിവൻ സെൻറ്റൻസസ് മൈ ഫാദർ ആസ്ക്ഡ് ഹൗ ഐ ഹാഡ് ഡൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. നമുക്കിതിനെ ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നറേഷൻ അതുപോലെ വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ടോപ്പിക്സിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക്സ് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ എസ് ടു ക്രാക്ക് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നറേഷൻ്റെ കേസിൽ നമുക്കറിയേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. റിപ്പോർട്ടിംഗ് വേർബ്സിനെ കുറിച്ച് അറിയണം, അതുപോലെ പ്രൊനൗൺസിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് അറിയണം, ടെൻസസിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് അറിയണം, അതുപോലെ പ്ലേസ് ആൻഡ് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിൽ വരുന്ന ചേഞ്ചസ് അറിയണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് അറിയുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. മൈ ഫാദർ ആസ്ക്ഡ് ഹൗ ഐ ഹാഡ് ഡൺ ദാറ്റ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്ന സമയത്ത് നമുക്കിതിൽ ഏതാണ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക? മൈ ഫാദർ ആസ്ക്ഡ് ഹൗ ഐ ഡിഡ് ദിസ് ആണോ, അതോ മൈ ഫാദർ ആസ്ക്ഡ് ഹൗ ഡിഡ് യു ഡു ദിസ് ആണോ, അതോ മൈ ഫാദർ ആസ്ക്ഡ് ഹൗ ഐ ഹാഡ് ഡു ദാറ്റ് ആണോ, അതോ മൈ ഫാദർ ആസ്ക്ഡ് ഹൗ ഐ ഹാഡ് ഡൺ ദാറ്റ് ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ നമുക്കിവിടെ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഐ എന്നുള്ള പ്രൊനൗൺ ആണ്, രണ്ട് ദാറ്റ് എന്നുള്ള വാക്കിൻ്റെ യൂസേജ് ആണ്. ഓക്കെ, അപ്പം ടൈം ആൻഡ് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷനിൽ വരുന്ന ഒരു വാക്കാണ് ദാറ്റ് എന്നുള്ളത് അല്ലേ? അപ്പം ദാറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ദാറ്റ് എന്നുള്ളത് ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പം ദിസ് ആയിട്ടാണ് മാറുന്നത് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പം അങ്ങനെ വരുന്ന രണ്ട് ഓപ്ഷൻസ്, ഒന്ന് ഫസ്റ്റ് ഓപ്ഷനും പിന്നെ ഒന്ന് സെക്കൻഡ് ഓപ്ഷനുമാണ്. തേർഡിലും ഫോർത്തിലും ദാറ്റ് തന്നെയാണുള്ളത്. സോ നമുക്ക് തേർഡും ഫോർത്തും ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ നമ്മുടെ ആൻസർ എന്നുള്ളത് ഇനി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത് ഐ എന്നുള്ള പ്രൊനൗണിൻ്റെ ചേഞ്ച് നോക്കിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഐ എന്നുള്ള പ്രൊനൗൺ മാറി യു എന്നായിട്ടാണ് ഇവിടെ മാറേണ്ടത് അല്ലേ? ഐ എന്നുള്ളത് യു എന്നായിട്ടാണ് മാറുന്നത് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ്. പക്ഷേ ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ ഐ തന്നെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഓപ്ഷൻ 1ഉം നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. മൈ ഫാദർ ആസ്ക്ഡ് ഹൗ ഡിഡ് യു ഡു ദിസ്. ഓക്കെ, സോ ദിസ് ഇസ് അവർ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി, ഇതും ഒരു നറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ തന്നിരിക്കുന്നത് ഡയറക്റ്റ് സ്പീച്ചിലുള്ള സെൻറ്റൻസ് ആണ്, ഇതിനെ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റണം. ഓക്കെ, സോ ദ ഗിവൻ സെൻറ്റൻസസ് സ്റ്റോപ്പ്, ഡോണ്ട് ഫൈറ്റ്, സെഡ് ദ മദർ ടു ഹർ ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്ന സമയത്ത് എങ്ങനെ വരും? ദ മദർ എക്സ്ക്ലെയിം ടു ഹർ ചിൽഡ്രൻ ആംഗ്രിലി ടു സ്റ്റോപ്പ് ആൻഡ് ഡോണ്ട് ഫൈറ്റ് ആണോ?
The mother exclaimed to her children to pause and not engage in a fight ആണോ? The mother told her children to stop and not fight ആണോ? The mother exclaimed angrily to her children to stop and not fight ആണോ എന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ എക്സ്ക്ലമേഷൻ മാർക്കാണ്, പിന്നെ ഡോണ്ട് എന്നുള്ള വാക്കിൻ്റെ യൂസേജ് ആണ്. നമുക്കറിയാം ഡോണ്ട് എന്ന് പറയുന്നത് ഡു നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് അല്ലേ. അപ്പം ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്ന സമയത്ത് നോട്ടിൻ്റെ യൂസേജ് ആണ് വരേണ്ടത് അല്ലേ. ഡോണ്ട് എന്ന് നമുക്ക് അതുപോലെ തന്നെ പകർത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എക്സ്ക്ലെയിംഡ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്ന 3 ഓപ്ഷൻസ് 1, 2 and 4 ആണ്. ഓക്കെ, അപ്പം ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബായിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എക്സ്ക്ലെയിംഡ് എന്നുള്ള വാക്കാണ്. ഓക്കെ, സോ ഓപ്ഷൻ 3 നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. ഇനി ഓപ്ഷൻ 1 സി നോക്കൂ, ദ മദർ എക്സ്ക്ലെയിം ടു ഹർ ചിൽഡ്രൻ ആംഗ്രിലി ടു സ്റ്റോപ്പ് ആൻഡ് ഡോണ്ട് ഫൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി നമുക്കിത് ഡിസ്കാർഡ് ചെയ്യാം. ഇവിടെ ഡോണ്ട് എന്നുള്ള യൂസേജ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 ഡിസ്കാർഡ് ചെയ്തു. ഇനി 2ഉം 4ഉം ആണുള്ളത്. സെക്കൻഡ് 1 നോക്കിക്കേ, ദ മദർ എക്സ്ക്ലെയിം ടു ഹർ ചിൽഡ്രൻ ടു പോസ് എന്നുള്ള വാക്ക് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഇല്ല. അതുപോലെ നോട്ട് എൻഗേജ് എന്നുള്ള വാക്കും നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഇല്ല. സോ ഒബ്വിയസ്ലി നമുക്ക് സെക്കൻഡ് 1ഉം ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതൊരു ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇതാണ്: റീഡിംഗ് ഹാസ് ദ കപ്പാസിറ്റി ടു മേക്ക് എ മാൻ വൈസ്, ബട്ട് റീഡിംഗ് ഓഫ് ഓൺലി ടെക്സ്റ്റ് ബുക്സ് ഈസ് ലൈക്ക് ലിവിങ് ഇൻ റൂം ഓഫ് എ സെയിം ഹൈറ്റ്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഫ്രേസ് ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാവുക എന്നതാണ് ചോദ്യം. അപ്പോൾ റീഡിംഗ് ഹാസ് ദ കപ്പാസിറ്റി ടു മേക്ക് എ മാൻ വൈസ്, ഒരു മനുഷ്യനെ വൈസ് ആക്കാനായിട്ട് വായനയ്ക്ക് കപ്പാസിറ്റി ഉണ്ട് എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ റീഡിംഗ് ഷാൾ മേക്ക് എ മാൻ വൈസ് എന്ന് വരുമോ, റീഡിംഗ് മേക്ക് എ മാൻ വൈസ് എന്ന് വരുമോ, റീഡിംഗ് മേക്സ് എ മാൻ വൈസ് എന്ന് വരുമോ, റീഡിംഗ് ഷുഡ് മേക്ക് എ മാൻ വൈസ് എന്ന് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റീഡിംഗ് എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ. സോ സിംഗുലർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരേണ്ട വേർബും സിംഗുലർ ആയിരിക്കണം അല്ലേ, അക്കോർഡിംഗ് ടു സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്. സോ ഒബ്വിയസ്ലി നമുക്ക് സെക്കൻഡ് 1 ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. കാരണം എന്താ, മേക്ക് എന്നുള്ളത് പ്ലൂരൽ ആയിട്ടുള്ള വേർബാണ് അല്ലേ. ഇനി ഫസ്റ്റ് 1 നമുക്കുള്ളത് മേക്ക് ആണ് അല്ലേ, അപ്പോൾ നമുക്കത് ഡിസ്കാർഡ് ചെയ്യാം. ലൈക്ക് വൈസ് 4ലും മേക്ക് തന്നെയാണുള്ളത്. ഓക്കെ, സോ ഇനി തേർഡ് 1 ആണ് നമ്മുടെ ആൻസർ. റീഡിംഗ് മേക്സ് എ മാൻ വൈസ്. ഓക്കെ, ഇനി ഇവിടെ മോഡൽസിൻ്റെ യൂസേജ് വന്നിട്ടുണ്ട് അല്ലേ. ഷോൾ എന്ന് വന്നിട്ടുണ്ട്. ഷോൾ നമ്മൾ എവിടെ യൂസ് ചെയ്യാം, ലൈക്ക് ഒരു ഒപ്പീനിയൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷനെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഷോൾ യൂസ് ചെയ്യുക. ഓക്കെ, ഷുഡ് ആണെങ്കിലോ ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കുന്ന സമയത്ത് ഒക്കെയാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇൻകറക്ട്ലി സ്പെൽഡ് ആയിട്ടുള്ള വാക്ക് ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കാം. ഷീ ഹോൾഡ് അറ്റ് ഹർ മാനേജർ ആൻഡ് ടോൾഡ് ഹർ ദാറ്റ് ഷീ ഡസ് നോട്ട് നീഡ് ഹർ സർവീസ് എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ 4 വാക്ക് ഏതൊക്കെയാണ്? ഹോൾഡ് ഉണ്ട്, മാനേജർ ഉണ്ട്, അതുപോലെ നീഡ് ഉണ്ട്, സർവീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇൻകറക്ട്ലി സ്പെൽഡ് ആയിട്ടുള്ള വാക്ക് ഏത് എന്നതാണ് ചോദ്യം. ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഹോളേർഡ്. ഓക്കെ, ഹോളേർഡ് എന്നുള്ള വാക്കാണ് ഇവിടെ ലൈക്ക് ഇൻകറക്ട്ലി സ്പെൽഡ് ആയിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ബി ഹൗൾഡ്. ഓക്കെ, ഹൗൾഡ് ആവാനാണ് ഇവിടെ ചാൻസ്. ഓക്കെ, അപ്പം ഷീ ഹൗൾഡ് അറ്റ് ഹർ മാനേജർ ആൻഡ് ടോൾഡ് ഹർ ദാറ്റ് ഷീ ഡസ് നോട്ട് നീഡ് ഹർ സർവീസ് എന്ന് പറയാം. ഓക്കെ, സോ മാനേജർ എന്നുള്ള വാക്ക് കറക്റ്റാണ്, നീഡും കറക്റ്റാണ്, സർവീസും കറക്റ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയുള്ളത് ഒരു 1 word സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടു ദ അറ്റ്മോസ്റ്റ് ഓർ മോസ്റ്റ് ആബ്സല്യൂട്ട് എക്സ്റ്റെൻറ്റ് ഓർ ഡിഗ്രി, ഏറ്റവും അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയെ അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻറ്റിനെ നമുക്ക് എങ്ങനെ വിളിക്കാം എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് നിയർലി ഓർ ബെയർലി ഓർ പ്രൈമർലി ഓർ ക്വൈറ്റ്? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 4th 1 ആണ്, ക്വൈറ്റ്. ഓക്കെ, ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ക്വൈറ്റ് ബാഡ് എന്ന് പറഞ്ഞാൽ നല്ല മോശമായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ക്വൈറ്റ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് അബ്സല്യൂട്ട് ആയിട്ടുള്ള എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ ഡിഗ്രി. ഓക്കെ, അപ്പം മിയർലി എന്ന് പറയുമ്പോൾ നെയിം സേക്ക് എന്നുള്ളൊരു അർത്ഥമാണുള്ളത്. ബെയർലി എന്ന് പറഞ്ഞാൽ ലൈക്ക് വളരെ കുറച്ച് എന്നുള്ളൊരു മീനിങ് ആണുള്ളത്, അല്ലെങ്കിൽ വല്ലപ്പോഴും എന്നുള്ള ഒരു മീനിങ് ആണുള്ളത്. പ്രൈമർലി എന്ന് പറയുമ്പം ഫസ്റ്റ് കൺസേൺ, ഓക്കെ, ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇനിഷ്യലി എന്നുള്ള
ഒരു മീനിങ് ആണ് പ്രൈമർലി എന്നുള്ള വാക്കിനുള്ളത്, ആദ്യത്തേത് എന്നുള്ള ഒരു മീനിങ്. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഫോർത്ത് വൺ ആണ്, ക്വൈറ്റ്. ഓക്കെ, അടുത്തത് ലൈക്ക് ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, നോക്കാം. എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ സീൻ ഗ്യാദറിംഗ്, ഡിസ്കസിങ് ആൻഡ് നെഗോഷിയേറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്റ്റോൾ ഇൻ ദ ടൗൺ എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ ടൗണിലുള്ള നമ്മുടെ സ്റ്റോളിൻ്റെ മുന്നിൽ ഒരുപാട് ആളുകൾ ഒത്തുകൂടുകയും അവിടെ അവർ നെഗോഷിയേറ്റ് ചെയ്യും, ഡിസ്കസ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമുക്കിവിടെ ഡിസ്കസിങ് ആൻഡ് നെഗോഷിയേറ്റിംഗ് അതിൻ്റെ ഒറ്റ വാക്ക് എന്ത് എന്നതാണ് കണ്ടെത്തേണ്ടത്. ഈസ് ഇറ്റ് ബാർഗെയിനിങ് ഓർ കളക്ടിങ് ഓർ ജോസ്ലിംഗ് ഓർ ഡീലിംഗ്? ഓക്കെ, സോ ഇവിടെ നമുക്ക് വിത്തൗട്ട് എനി ഡൗട്ട് വി ക്യാൻ സേ ഇറ്റ് ഇസ് ബാർഗെയിനിങ് അല്ലേ. ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ, വിലപേശുക അല്ലേ. അപ്പോൾ ഡിസ്കസിങ് ആൻഡ് നെഗോഷിയേറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ബാർഗെയിനിങ്. ഓക്കെ, വിലപേശുന്നതിനെയാണ് നമ്മൾ ഡിസ്കസിങ് ആൻഡ് നെഗോഷിയേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ our answer is option 1. ഓക്കെ, now let's move on. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദ സൂപ്പർവൈസിങ് പേഴ്സൺ ഡ്യൂറിങ് എൻ എക്സാമിനേഷൻ. എക്സാമിനേഷൻ സമയത്ത് നമ്മുടെ എക്സാമിക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരാളെ നമുക്ക് എന്ത് വിളിക്കാം എന്നതാണ് ചോദ്യം. ഈസ് ഇറ്റ് എക്സാമിനർ ഓർ സൂപ്പർവൈസർ ഓർ ഇൻവിജിലേറ്റർ ഓർ എക്സാമിനീ? ഓക്കെ, അപ്പം ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറയാം അല്ലേ, ഇറ്റ് ഈസ് ഓപ്ഷൻ 3, ദാറ്റ് ഈസ് ഇൻവിജിലേഷൻ. ഇൻവിജിലേറ്റർ. ഇൻവിജിലേറ്റർ ആണ് ഇൻവിജിലേഷൻ നടത്തുന്ന ആൾ. എന്താണ് ഇൻവിജിലേഷൻ എന്ന് പറഞ്ഞാൽ? സൂപ്പർവൈസിങ് പേഴ്സൺ ഡ്യൂറിങ് ആൻ എക്സാമിനേഷൻ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു ലൈക്ക് പെർട്ടിക്കുലർ പ്രിപ്പോസിഷൻ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏത് എന്നതാണ് ചോദ്യം. So the given sentence is, this statue of Lord Buddha is carved in jade. Okay, അപ്പോൾ ജെയ്ഡിൽ നിന്ന് കാവ് ചെയ്തെടുത്ത സ്റ്റാച്യു ആണ് ഈ ലോർഡ് ബുദ്ധയുടേത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയേണ്ടത്. ഓക്കെ, അപ്പം ജെയ്ഡിൽ നിന്ന് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നത് ആസ് ഓഫ് ആണോ, അതോ ഔട്ട് ഓഫ് ആണോ, അതോ ബിസൈഡ്സ് ആണോ, അതോ ബൈ ഓഫ് ആണോ എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സെക്കൻഡ് ആണ്, ഔട്ട് ഓഫ്. ഓക്കെ, കാർവ്ഡ് ഔട്ട് ഓഫ് ജെയ്ഡ് എന്ന് പറഞ്ഞാൽ ജെയ്ഡിൽ നിന്ന് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ്. ഓക്കെ, ഔട്ട് ഓഫ് ജെയ്ഡ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്കുള്ളതൊരു ആന്റണിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഒബ്വിയസ്ലി നമുക്കറിയാം ആന്റണിം എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്കാണ് അല്ലേ. സോ തന്നിരിക്കുന്ന വാക്ക് ഡില്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഡില്യൂഷൻ എന്ന് പറഞ്ഞാൽ മിസ്അപ്രഹെൻഷൻ ആണ് അല്ലേ, അല്ലെങ്കിൽ മിസ്ബിലീഫ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഫേക്ക് ബിലീഫ് അബൌട്ട് റിയാലിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ബിലീഫ് അബൌട്ട് റിയാലിറ്റി എന്ന് നമുക്ക് പറയാം. സോ ഡില്യൂഷൻ എന്നുള്ള വാക്കിന് ലൈക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഈസ് ഇറ്റ് റിയാലിറ്റി ഓർ ഫാലസി ഓർ ഇല്യൂഷൻ ഓർ ഫനാറ്റിസം? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഫസ്റ്റ് വൺ ആണ്, ദാറ്റ് ഇസ് റിയാലിറ്റി. ഡില്യൂഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് റിയാലിറ്റി ആണ്. ഇനി ഫാലസി എന്ന് പറഞ്ഞാൽ ഒരു എറർ എന്നുള്ള ഒരു മീനിങ് ആണുള്ളത്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ റിയൽ അല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഫനാറ്റിസം എന്ന് പറഞ്ഞാൽ ഫാൻറ്റസിയിൽ നിന്ന് ഉണ്ടായ ഒന്നിനെയാണ് നമ്മൾ ഫനാറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ഫസ്റ്റ് വൺ ആണ്. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്കുള്ളത് ഒരു ഇഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ തന്നിരിക്കുന്ന ഇഡിയം ഇതാണ്, എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ, ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ സെയിം ഈസ് അപ്ലിക്കബിൾ ഓവർ ഹിയർ ഓൾസോ. അപ്പോൾ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ് എന്നതാണ് ചോദ്യം. സോ നമുക്കറിയാം ഒരു ഈഡിയത്തിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ മീനിങ്. ഓക്കെ, സോ a blessing in disguise എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇസ് ഇറ്റ് എ ഗുഡ് തിങ് ദറ്റ് സീം ബാഡ് അറ്റ് ഫസ്റ്റ്? ഓക്കെ, ഒരു നല്ല കാര്യമായിരിക്കും, പക്ഷെ അത് നമുക്ക് ആദ്യം തോന്നുന്നത് അതൊരു ബാഡായിട്ടുള്ള ഒരു കാര്യമാണ്, അത് നന്നല്ലാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം അതിനെ കാണുമ്പം അല്ലെങ്കിൽ അതിനെ ഫീൽ ചെയ്യുന്ന സമയത്ത് ഇംപ്രഷൻ തോന്നുക. പക്ഷേ ലേറ്റർ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് a bad thing, it is a good thing. ഓക്കെ, അതാണോ a blessing in disguise എന്ന് പറയുന്നത്? or get an advantage, ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതിനെയാണോ? or get a surprisingly good result, വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഗുഡ് റിസൾട്ട്സ് കിട്ടുന്നതിനെയാണോ? or a bad thing that becomes good later, പിന്നീട് നന്നാവുന്ന എന്നാൽ ഇപ്പോൾ നിലവിൽ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണോ എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ 1 ആണ്, ദാറ്റ് ഇസ് എ ഗുഡ് തിങ് ദാറ്റ് സീം ബാഡ് അറ്റ് ഫസ്റ്റ്. ആദ്യം നമുക്കത് ബാഡായിട്ട് തോന്നും, പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും അത് ആക്ച്വലി നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ളത്. ഓക്കെ, so that is a blessing in disguise. Okay, now let's move on. അടുത്ത വാക്ക്
ബ്ലിങ്ക് എന്നുള്ളതാണ് ഈ വാക്കിൻ്റെ സിനണിം ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, സിനണിം എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മീനിങ് വരുന്ന വാക്ക്. ഓക്കെ, അപ്പോൾ സെയിം മീനിങ് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. വെരി ഈസി വേർഡ് അല്ലേ, ബ്ലിങ്ക്, ബ്ലിങ്കിങ് ഓഫ് ഐസ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. സോ ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ ചിമ്മുക എന്നുള്ള മീനിങ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് സിനണിമായിട്ട് വരുന്നത് ഇസ് ഇറ്റ് ബ്ലേസ് ഓർ ഷൈൻ ഓർ ഫ്ലിക്കർ ഓർ എറ്റൻറ്റ് എന്നതാണ് ചോദ്യം. So our answer is option 3, that is flicker. Okay, മിന്നി കത്തുക, ഫ്ലിക്കറിങ് ഓഫ് ലൈറ്റ്സ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. സോ ബ്ലിങ്കിൻ്റെ സിനണിമായിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഫ്ലിക്കർ. ഓക്കെ, ബ്ലേസ് എന്ന് പറഞ്ഞാൽ ആളിക്കത്തുക, ഷൈൻ എന്ന് പറഞ്ഞാൽ തിളങ്ങുക, അറ്റൻഡ് എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുക, ഇങ്ങനെയുള്ള മീനിങ് ആണ് ബാക്കി വാക്കുകൾക്കുള്ളത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്കുള്ളത് ഒരു വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നോക്കാം. ആർ ഫോസിൽ ഫ്യൂൽസ് നോട്ട് ഇമ്പാക്ടിങ് ഹ്യൂമൻ ഹെൽത്ത്? ഓക്കെ, തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇതാണ്. സോ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഫോസിൽ ഫ്യൂൽസ് എന്നുള്ളതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, ഹ്യൂമൻ ഹെൽത്ത് എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പം ഒബ്ജക്റ്റിൻ്റെ ഭാഗത്തോട്ട് കൊടുക്കണം. ഇനി ഈ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ ഭാഗത്തോട്ടും കൊടുക്കണം അല്ലേ. അപ്പോൾ ഹ്യൂമൻ ഹെൽത്ത് ആണ് ആദ്യം വരേണ്ടത് അല്ലേ. ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സിംഗുലർ ആണ്. സോ ഇവിടെ ആർ എന്ന് വന്നത് എന്തുകൊണ്ടാണ്? ഫോസിൽ ഫ്യൂൽസ് പ്ലൂരൽ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പാസീവിലോട്ട് മാറ്റുമ്പം ഹ്യൂമൻ ഹെൽത്ത് ആദ്യ ഭാഗത്ത് വരുന്നു, അപ്പം അത് സിംഗുലർ ആണ്. അപ്പം ആറിന് പകരം ഈസ് ആണ് ആദ്യം വരേണ്ടത്, ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പം ഈസ് ഹ്യൂമൻ ഹെൽത്ത് എന്ന് വെച്ച് വേണം നമുക്ക് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് ക്ലിയർ ആണല്ലോ. ഇനി അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. അത് രണ്ടും ഈസ് ഹ്യൂമൻ ഹെൽത്ത് എന്ന് വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും ഉണ്ട്. ഇനി നമുക്ക് എന്താ അറിയണ്ടേ? ഈസ് ഹ്യൂമൻ ഹെൽത്ത് നോട്ട് ഇമ്പാക്റ്റഡ് ബൈ ഫോസിൽ ഫ്യൂൽ എന്ന് വരുമോ, ഈസ് ഹ്യൂമൻ ഹെൽത്ത് നോട്ട് ബീങ് ഇമ്പാക്റ്റഡ് ബൈ ഫോസിൽ ഫ്യൂൽ എന്ന് വരുമോ എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നോക്കിക്കേ, ഇമ്പാക്റ്റിംഗ് എന്നുള്ള വേർഡ് ഉണ്ട് അല്ലേ, ING ഫോം ഓഫ് ദ വേർബ് ആണ് ഉള്ളത്. അപ്പോൾ ING ഫോം ഓഫ് ദ വേർഡ് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ആക്റ്റീവ് വോയിസിലുണ്ടെങ്കിൽ അത് പാസീവ് വോയിസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു വേർഡ് ഉണ്ട്, അതെന്താ? ബീയിങ്. ഓക്കെ, അപ്പോൾ ബീയിങ് എന്നുള്ള വാക്ക് വരുന്ന സെൻറ്റൻസ് ആയിരിക്കണം നമ്മുടെ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഓപ്ഷൻ 1, ഇറ്റ് ഈസ് ഓപ്ഷൻ 4. ഓക്കെ, ഈസ് ഹ്യൂമൻ ഹെൽത്ത് നോട്ട് ബീയിങ് ഇമ്പാക്റ്റഡ് ബൈ ഫോസിൽ ഫ്യൂൽ. ഓക്കെ, നോട്ട് പ്ലസ് ബീയിങ് പ്ലസ് V3 ഫോം ഓഫ് ദ verb. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? നൗ സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി തന്നിരിക്കുന്ന സെൻറ്റൻസിൽ സ്പെല്ലിംഗ് എറർ ഉള്ള വാക്ക് ഏത് എന്നതാണ് ചോദ്യം. സോ ദ ഗിവൻ സെൻറ്റൻസസ് ഗവൺമെൻറ്റ്സ് മസ്റ്റ് ട്രാൻസ്ലേറ്റ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇൻ ടു നാഷണൽ ലെജിസ്ലേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ ഇതൊക്കെയാണ്: ഡെവലപ്മെൻറ്റ്, ട്രാൻസ്ലേറ്റ്, ലെജിസ്ലേഷൻ ആൻഡ് സസ്റ്റൈനബിൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ 3, ദാറ്റ് ഈസ് ലെജിസ്ലേഷൻ. ഓക്കെ, ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കളക്റ്റീവ്ലി ലോ എന്നുള്ള ഒരു മീനിങ് ആണ് ലെജിസ്ലേഷൻ ഉള്ളത് അല്ലേ. സോ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താണ്? LEGISLATION. ഓക്കെ, ലെജിസ്ലേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ എറർ ഉള്ള വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. സി യു ക്യാൻ ടേക്ക് 1 കാഷ്വൽ ലീവ് പെർ മന്ത് എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെൻറ്റൻസ്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഏത് എന്നതാണ് ചോദ്യം. See, is it 1 casual leave per month could be taken, or 1 casual leave per month will be taken, or 1 casual leave per month can be taken, or 1 casual leave per month is to be taken. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒരേ ഒരു വേർഡ് മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ, അത് ക്യാൻ ആണ്. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിൽ ക്യാൻ ഉണ്ടെങ്കിൽ അത് പാസീവ് വോയിസിലോട്ട് മാറുന്ന സമയത്ത് ക്യാൻ ബി എന്നായിട്ടാണ് മാറുന്നത്. ഈ റൂൾ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ആൻസർ ആയി അല്ലേ. അപ്പോൾ ക്യാൻ ബി വരുന്ന ഒരേ ഒരു ആൻസറേ നമുക്കിവിടെ ഉള്ളൂ, അത് തേർഡ് വൺ ആണ്. ഓക്കെ, സോ our answer is third one. Clear? Now let's see the next question. ഇനി നമുക്കുള്ളത് ഒരു ക്ലോസ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ്സ് റീഡ് ദ സെൻറ്റൻസസ് വൺ ബൈ വൺ. Dara Wildlife Sanctuary is another name for Mugundra Hills National Park. Mugundra Hills National Parkന്റെ മറ്റൊരു പേരാണ് Dara Wildlife Sanctuary എന്ന് പറയുന്നത്. രാജസ്ഥാൻ ഇസ് ഡാഷ് ടു ദാര വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, രാജസ്ഥാൻ എന്ന് പറയുന്നത് ആ പ്ലേസിലാണ് ദാര വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. Then the sanctuary is situated on the southern outskirts of the town of Kota. Okay, അപ്പം കോട്ട എന്നുള്ള ടൗണിൻ്റെ സദേൺ ഔട്ട്സ്കേർട്സിലാണ് ഈ പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. ഓക്കെ, ദാര വാസ് ഡെസിഗ്നേറ്റഡ് എ പ്രൊട്ടക്റ്റഡ് ഏരിയ wildlife sanctuary in 1955 and visitors must now dash consent from
a local forest dash before visiting the park. Okay, അപ്പോൾ പാർക്ക് വിസിറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇപ്പം കൺസെൻറ്റ് വാങ്ങിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം എന്താ, ഇൻ 1955 അതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് മാറി. ഓക്കെ, അതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് മാറി. ഓക്കെ, ദെൻ ദ സാങ്ച്വറീസ് ഓവറോൾ സൈസ് ഇസ് അറൌണ്ട് 250 സ്ക്വയർ കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ആ സാങ്ച്വറിയുടെ ഓവറോൾ സൈസാണ് പറയുന്നത്, അത് 250 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. ഇനി പ്രീവിയസ്ലി ദ ദാര സാങ്ച്വറി സെർവ്ഡ് ആസ് എ മഹാരാജ ഓഫ് കോട്ടാസ് റോയൽ ഡാഷ് ഗ്രൗണ്ട്സ്. ഓക്കെ, അപ്പം ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആവുന്നതിന് മുന്നേ ലൈക്ക് കോട്ടയിലുള്ള മഹാരാജാവിൻ്റെ ഗ്രൗണ്ട്സ് ആയിട്ട്, റോയൽ ഗ്രൗണ്ട്സ് ആയിട്ട് ആയിരുന്നു ഈ പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ലൊക്കേഷൻ ഈസ് അറൌണ്ട് 50 കിലോമീറ്റേഴ്സ് ഫ്രം കോട്ട. കോട്ടയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററോളം ദൂരം ഈ സ്ഥലത്തോട്ടുണ്ട്. ഓക്കെ, ദിസ് ലൊക്കേഷൻ ഈസ് അറൌണ്ട് 50 കിലോമീറ്റേഴ്സ് ഫ്രം കോട്ട ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ചമ്പൽ റിവേഴ്സ് ഈസ്റ്റേൺ ബാങ്ക് ആൻഡ് ഇസ് ഡ്രെയിൻ ബൈ ഇറ്റ്സ് ഡാഷ്. ഓക്കെ, അപ്പം ഇത് ചമ്പൽ റിവർ നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിവറാണ് അല്ലേ, അതിൻ്റെ ഈസ്റ്റേൺ ബാങ്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിലെ ഓരോ ബ്ലാങ്ക്സ് ആയിട്ട് ഫിൽ ചെയ്ത് നോക്കാം. ഓക്കെ, so here is the first one. See, Dara Wildlife Sanctuary is another name for Mugundra Hills National Park and Rajasthan is dashed to the Dara Wildlife Sanctuary. But Rajasthan is neighbor to ennu varumo, home to ennu varumo, far to ennu varumo, destination to ennu varumo എന്നതാണ് ചോദ്യം. സോ ദാര വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത് രാജസ്ഥാനിലാണ് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്ക് ഇറ്റ് ഇസ് ഓപ്ഷൻ 2, ദാറ്റ് ഇസ് ഹോം. ഓക്കെ, അപ്പം എങ്ങനെ വരും കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്? രാജസ്ഥാൻ ഇസ് ഹോം ടു ദ ദാര വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. See, the sanctuary is situated on the southern outskirts of the town of Kota and Dara was designated a protected area wildlife sanctuary in 1955 and visitors must now dash consent. Okay, ഇപ്പം വിസിറ്റേഴ്സിന് എന്ത് വേണം? കൺസെൻറ്റ് വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ വാങ്ങിക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നുള്ള മീനിങ് വരുന്ന ഒരു വാക്കാണ് നമുക്കിവിടെ വേണ്ടത്. ഈസ് ഇറ്റ് ഒബ്റ്റെയിൻ ഓർ റിലിങ്ക്വിഷ് ഓർ റെസ്ട്രെയിൻ ഓർ ഡൊനേറ്റ് എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന വാക്ക് ഓപ്ഷൻ 1 ആണ്, ദാറ്റ് ഇസ് ഒബ്റ്റെയിൻ, നേടുക എന്നുള്ളൊരു മീനിങ് ആണ് ഒബ്റ്റെയിനുള്ളത്. ഓക്കെ, സോ എങ്ങനെ വരും സെന്റൻസ്? ആൻഡ് വിസിറ്റേഴ്സ് മസ്റ്റ് നൗ ഒബ്റ്റെയിൻ കൺസെൻറ്റ് എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ തേർഡ് വൺ. അപ്പം നമ്മൾ പറഞ്ഞു 1955 ദാര ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് മാറി, അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് മസ്റ്റ് നൗ ഒബ്റ്റെയിൻ കൺസെൻറ്റ് ഫ്രം എ ലോക്കൽ ഫോറസ്റ്റ് ഡാഷ്. ഓക്കെ, ആരിൽ നിന്നാണ് നമ്മൾ കൺസെൻറ്റ് വാങ്ങേണ്ടത്? ഇസ് ഇറ്റ് ഫ്രം ലോക്കൽ ഫോറസ്റ്റ് റേഞ്ചർ ഓർ ലോക്കൽ ഫോറസ്റ്റ് ഹണ്ടർ ഓർ ലോക്കൽ ഫോറസ്റ്റ് ഡിപ്ലോയർ ഓർ ലോക്കൽ ഫോറസ്റ്റ് ഇൻവേഡർ? നമുക്കറിയാം അത് ലോക്കൽ ഫോറസ്റ്റ് റേഞ്ചർ ആണ് അല്ലേ. ഫോറസ്റ്റ് റേഞ്ചറിൽ നിന്ന് വേണം നമുക്ക് ലൈക്ക് കൺസെൻറ്റ് വാങ്ങിക്കാനായിട്ട്. ഓക്കെ, സോ ഓപ്ഷൻ 1 is the answer over here. Okay, അപ്പോൾ അടുത്തത് നോക്കാം. The sanctuary's overall size is around 250 square kilometers and previously the Dara sanctuary served as the Maharaja of Kota's royal dash grounds. Okay, royal hunting grounds ആണോ, playing grounds ആണോ, dancing grounds ആണോ, evading grounds ആണോ? Without any doubt we can say it is hunting അല്ലേ, റോയൽ ഹണ്ടിങ് ഗ്രൗണ്ട്സ്. അപ്പം വേട്ടയാടലൊക്കെ ഒരു ലൈക്ക് രാജകീയ വിനോദമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അല്ലേ. സോ രാജാവിൻ്റെ അല്ലേ, കോട്ടയിലുള്ള രാജാവിൻ്റെ റോയൽ ഹണ്ടിങ് ഗ്രൗണ്ട് ആയിരുന്നു പണ്ട് ഈ ദാര സാങ്ച്വറി. ഓക്കെ, സോ ഹണ്ടിങ് ഈസ് അവർ ആൻസർ. ക്ലിയർ? Now let's move on to the last blank of this question. Okay, this location is around 50 kilometers from Kota and it is located on the Chambal River's eastern bank and is drained by its dash. Okay, അപ്പം എന്തിലോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത് നോക്കൂ, ലൈക്ക് റിവർ ആയതുകൊണ്ട് തന്നെ അല്ലെ, റിവറിൻ്റെ എന്തായിരിക്കും, എഫ്ലുവൻ്റ് ആണോ, ഔട്ട്ഫ്ലോ ആണോ, ഡിസ്ട്രിബ്യൂട്ടറീസ് ആണോ, അതോ ട്രിബ്യൂട്ടറീസ് ആണോ? ലൈക്ക് കൈവരികൾ എന്നുള്ള മീനിങ് വരുന്ന ട്രിബ്യൂട്ടറീസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ എങ്ങനെ വരും സെൻറ്റൻസ്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ചമ്പൽ റിവേഴ്സ് ഈസ്റ്റേൺ ബാങ്ക് ആൻഡ് ഈസ് ഡ്രെയിൻഡ് ബൈ ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്കുള്ളത് ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലോസ് ടെസ്റ്റ് നോക്കി നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ റീഡിംഗ് കോംപ്രഹെൻഷൻ
ലൈക്ക് സോൾവ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻസ് ബിഫോർ ഹാൻഡ്. ഓക്കെ, ആദ്യം നമ്മൾ പാസേജ് വായിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് വിൽ ഗെറ്റ് എൻ ഐഡിയ ഫ്രം വെയർ, ഈ ഒരു പാസേജ് വായിക്കുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻസ്. See, what according to the passage is a possible way to manage the large carbon footprint caused by the fast food industry? Okay, fast food industry കോസ് ചെയ്യുന്ന ലാർജ് കാർബൺ ഫുട് പ്രിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള വഴി ഏത് ആണ് അക്കോർഡിംഗ് ടു ദ പാസേജ് എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഇസ് എ ടേം ലയൺ ഷെയർ റെഫർ ടു ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്? ഓക്കെ, ഈ ലൈക്ക് പാസേജിൽ ലയൺ ഷെയർ എന്നുള്ളൊരു വാക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സംസ് അപ്പ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പാസേജ്? ഓക്കെ, അപ്പോൾ ആ പാസേജ് വായിക്കുന്ന സമയത്ത് അതിൽ സെൻട്രൽ ഐഡിയ ആണ് എന്ന് തോന്നുന്നത് ഏത്? ഇനി നാലാമത്തേത്, വിച്ച് ഈവൻ മെൻഷൻ ഇൻ ദ പാസേജ് ടു പ്ലേസ് ഇൻ 1980s? അപ്പോൾ 1980s നടന്ന ഏത് കാര്യത്തെക്കുറിച്ചാണ് ഈ പാസേജിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഓക്കെ, and the last one, which of the following can be the most appropriate title of the passage? Okay, ഈ പാസേജിന് കൊടുക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈറ്റിൽ ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കിപ്പം ക്വസ്റ്റ്യൻസ് മനസ്സിലായി, ഇനി നമുക്ക് പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, From language to cultures, there are annals about India's diversity writ in bold. അല്ലേ, അപ്പോൾ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമുക്ക് കൾച്ചറിൽ എടുത്തു കഴിഞ്ഞാലും ലാംഗ്വേജിൽ എടുത്തു കഴിഞ്ഞാലും ഇന്ത്യ ഈസ് റിച്ച് ഇൻ ഡൈവേഴ്സിറ്റി അല്ലേ, അപ്പോൾ നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കും. അറ്റ് ദ ഹാർട്ട് ഓഫ് എവറിത്തിങ് വി ഹോൾഡ് ക്ലോസ് ഇസ് അവർ ലവ് ഫോർ ഫുഡ് അല്ലേ, ഭക്ഷണത്തിനോടുള്ള പ്രിയം, അതിലുള്ള വെറൈറ്റി, അതിനെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലേ. ദ അരോമ ഫ്രം വാം hearts wafts in the air, a heady mix of history and meals. So heady that we often forget that food has a large carbon footprint and the menace of ever-growing fast food businesses that contribute the lion's share to this problem. അല്ലേ, സോ ഫുഡിനെ കുറിച്ച് നമ്മൾ ഇത്രയും പ്രൗഡായിട്ട് സംസാരിക്കുമ്പോൾ പോലും ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണത്? ഇറ്റ് ഈസ് ലൈക്ക് കാർബൺ ഫുട് പ്രിൻറ്റ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് പലരും സംസാരിക്കുന്നില്ല. ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രിയെക്കുറിച്ചും ആരും സംസാരിക്കുന്നില്ല എന്നതാണ് പറയുന്നത്. ഓക്കെ, however, India's rich traditional and local edible biodiversity with its focus on home cooked food presents a ray of hope. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കൂടി ഇന്ത്യയുടെ റിച്ച് ആയിട്ടുള്ള ട്രഡീഷണൽ ആൻഡ് ലോക്കൽ എഡിബിൾ ബയോഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലേ, അവർ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഹോം കുക്ക്ഡ് ഫുഡിനെയാണ്. അപ്പം ഇതാണ് നമുക്ക് ആകെയുള്ള പ്രതീക്ഷ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, Indian members of Reliance and Clerk in partnership with Slow Food International hope to bring back our forefathers' wisdom when it comes to eating through the slow food movement. Okay, അപ്പം ഈ പറയുന്ന Reliance and Clerk എന്ന് പറയുന്ന ഒരു ലൈക്ക് ഓർഗനൈസേഷൻ അവർ ലൈക്ക് സ്ലോ ഫുഡ് ഇൻ്റർനാഷണലിനോട് കൂടി പാർട്ട്ണർഷിപ്പ് ചേർന്നിട്ട് ലൈക്ക് അവർ നമ്മുടെ ഫോർഫാദേഴ്സിൻ്റെ വിസ്ഡം അല്ലേ, ഭക്ഷണത്തോടുള്ള ആ ഒരു കോൺസെപ്റ്റിനോടുള്ള ലൈക്ക് അവർക്കുണ്ടായിരുന്ന വിസ്ഡം അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ത്രൂ സ്ലോ ഫുഡ് മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സ്ലോ ഫുഡ് മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് എന്താ? വിച്ച് സ്റ്റാർട്ടഡ് ഇൻ ദ 1980s ആൻഡ് എയിംസ് ടു ബ്രിങ് ടു ദ ഫോർ ദ കണക്ഷൻ ഓഫ് പ്ലേറ്റ് വിത്ത് പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു 1980s സ്റ്റാർട്ട് ചെയ്ത ഈ സ്ലോ ഫുഡ് മൂവ്മെൻറ്റ് ആക്ച്വലി ഇറ്റ് എയിംസ് ടു ബ്രിങ് ടു ദ ഫോർ ദ കണക്ഷൻ ഓഫ് പ്ലേറ്റിൻ്റെ കണക്ഷൻ വിത്ത് പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ്. ഓക്കെ, ആളുകൾക്ക് പ്ലേറ്റുമായിട്ടുള്ള കണക്ഷൻ, അതുപോലെ ഈ പ്ലാനറ്റുമായിട്ടുള്ള കണക്ഷൻ, ഓക്കെ, അത് വീണ്ടും ലൈക്ക് റീയുണൈറ്റ് ചെയ്യിക്കുന്നതിനായിട്ടാണ് ഈ സ്ലോ ഫുഡ് മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, കോളിംഗ് ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ട്രഡീഷണൽ ടെക്നീക്സ് അസോസിയേറ്റഡ് വിത്ത് റീജിയണൽ ഫുഡ് കൾച്ചേഴ്സ് ഈസ് ജയ്സൽ സിംഗ്, ഓണർ ഓഫ് സുജൻ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. ഓക്കെ, അപ്പം ആക്ച്വലി എന്താണ് പറയുന്നത്? ട്രഡീഷണൽ ടെക്നീക്സ് ഉണ്ട് അല്ലേ, റീജിയണൽ ഫുഡ് കൾച്ചേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ട്രഡീഷണൽ ടെക്നീക്സ്, ഇതിന് ആക്ച്വലി ഈ കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫാസ്റ്റ് ഫുഡിൻ്റെ ലൈക്ക് കൺസംഷൻ കാരണം ഉണ്ടാകുന്ന ഈ പറയുന്ന കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത് ഇറ്റ് ഇസ് ത്രൂ ദ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ട്രഡീഷണൽ ടെക്നീക്സ് അസോസിയേറ്റഡ് വിത്ത് റീജിയണൽ ഫുഡ് കൾച്ചേഴ്സ് ആണ് എന്ന് ജയ്സാൽ സിംഗ് പറയുന്നു. ആരാണ് ജയ്സാൽ സിംഗ്? ഇസ് ദ ഓണർ ഓഫ് സുജൻ group of hotels. Okay, so this is all about how this food culture, okay, it actually especially fast food, okay, how it contributes to the like carbon footprint എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ഇഷ്യൂവിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ട്രൈ ടു സോൾവ് ദ
questions. Okay, so first one, what according to the passage is a possible way to manage the large carbon footprint caused by the fast food industry? Is it by associating with Slow Food International, or by consuming only home cooked food, or by not participating in fast food businesses at all, or by going back to traditional techniques of cooking and regional food cultures? Obviously നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ 4 ആണ് അല്ലേ. ട്രഡീഷണൽ ടെക്നിക്സിലോട്ട് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റീജിയണൽ ഫുഡ് കൾച്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ടെക്നിക്സിലോട്ട് നമ്മൾ തിരിച്ചു പോവേണ്ടിയിരിക്കുന്നു. Then we shall manage this issue അല്ലേ. So fourth one is our answer. And the next one, what is the term lion share അല്ലെ, സിംഹഭാഗം എന്നുള്ള ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? Is it the largest part of something? Okay, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം അതിനെയാണോ ലൈൻ ഷെയർ എന്ന് പറയുന്നത്? റിലേറ്റിംഗ് ടു നോൺ വെജിറ്റേറിയൻ ഡയറ്റ്, ഓർ the share of the head of the institution, or something that is negligible? Okay, അപ്പം ഇതിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഫസ്റ്റ് വൺ ആണ്, the largest part of something. Okay, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗത്തെയാണ് നമ്മൾ ലയൺ ഷെയർ എന്ന് പറയുന്നത്. Okay, അടുത്ത ക്വസ്റ്റ്യൻ, which of the following sums of the central idea of the passage? Okay, അപ്പം ഈ പാസേജിന്റെ central idea ഏതാണ്? Is it Jaisal Singh, the owner of Sujan Group of Hotels, has also been an important member of the traditional techniques associated with regional food cultures എന്നാണോ? Fast food businesses are at the root of large carbon footprint. The possible solution lies only in eating home cooked food and stop eating out എന്നതാണോ? Or given the large carbon footprint and menace of fast food businesses, an attempt has been made to bring back our forefathers' wisdom about eating to restore the connection of plate with people and planet ആണോ? Or annals about Indian diversity have been written on varied subjects from languages to cultures. However, the love for food and the ever-growing fast food businesses has been the central subject of the interest എന്നുള്ളതാണോ എന്നതാണ് ചോദ്യം. ഈ ഫോർത്ത് വൺ നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ ആണ് അല്ലേ, അതുപോലെ ഇത് കൺക്ലൂഷൻ പാർട്ടാണ് അല്ലേ. പക്ഷേ ഇതിൻ്റെ ക്രക്സ് ഐഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് third option, that is given the large carbon footprint and menace of the fast food businesses അല്ലേ. എന്താണ് അവിടെ ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്. An attempt has been made to bring back our forefathers' wisdom about eating to restore the connection of plate with people and planet. അതിന് കണ്ടെത്താവുന്ന സൊല്യൂഷൻ എന്താണ് എന്നുള്ളതിൻ്റെ ഐഡിയ കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ തേർഡ് വൺ ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പാസേജ്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. See, which event mentioned in the passage took place in 1980s? Okay, 1980s start ചെയ്തു എന്ന് പറയപ്പെടുന്നത് എന്താണ്? Is it partnership of Indian members of Reliance and Chartex and Slow Food International, or beginning of slow food movement, or leaving of large carbon footprint by food, or documents of the annals about India's diversity? നമുക്കറിയാം 1980s സ്റ്റാർട്ട് ചെയ്തത് ഇറ്റ് ഇസ് സ്ലോ ഫുഡ് മൂവ്മെന്റ്. ഓക്കെ, സോ ഓപ്ഷൻ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ. ഇറ്റ് ഇസ് എ ബിഗിനിങ് ഓഫ് സ്ലോ ഫുഡ് മൂവ്മെന്റ്. Okay, and here is the last question of this session. Which of the following can be the most appropriate title of the passage? Is it the menace of large carbon footprint, or aroma from warm hearts, or retracing traditional and local wisdom of eating, or heady mix of history and meals? Obviously it is third one alle, retracing traditional and local wisdom of eating. Okay, സോ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഇത്രയും കാര്യങ്ങളായിരുന്നു. സോ ഐ ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ഡിസ്കസ് ടുഡേ ഈസ് ക്ലിയർ ഫോർ യു. എങ്ങനെയാണ് ഇംഗ്ലീഷ് സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് പോകുന്നത് ഈ ഒരു എക്സാമിനേഷന് എന്നതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻറ്റ് ലിസ്ണിംഗ്. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് ക്ലാസ്സുകളും അതുപോലെ തന്നെ എക്സാമിനേഷൻ പ്രിപ്പറേഷനും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും വീഡിയോ ക്ലാസ്സസും മോക്ക് ടെസ്റ്റുകളും ക്വിസസുകളും എല്ലാം എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. So don't wait for the last minute to download the app and access all the facilities available in the app. Okay, അപ്പം ലൈക്ക് എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ലൈക്ക് അക്സസിബിൾ ആയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻ മെറ്റീരിയൽസും യൂസ് ചെയ്യുക, പഠിക്കുക, നന്നായി തന്നെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ ആൻഡ് എക്സാമിനേഷൻ. ഹാപ്പി ലേണിംഗ്.